തിരുപ്പതി എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് മലയുടെ മുകളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ദർശൻ്റെ ടിക്കറ്റ് എടുക്കണം. അതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആ ഡോട്ട് പോലെ കാണുന്നുണ്ട് അവിടെ. തിരുപ്പതി ഭഗവാന്റെ പൊട്ടാണ് കാണുന്നത്. അത് അവിടെ കാണുന്നുണ്ട് ഒരു ലൈറ്റ് പോലെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ദർശൻ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് മല കയറുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പോകുന്ന വഴിയാണിത്. അപ്പോൾ നമ്മൾ ദർശൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു. ഇപ്പോൾ ഇതാ തിരുപ്പതിക്ക് മല കയറണ ഭാഗത്താണ്. മല കയറണ പ്രധാന കവാടാണിത്. ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ മുതൽ മല കയറുകയാണ്. അപ്പോൾ നമ്മൾ മലയ്ക്ക് കയറാനുള്ള പ്രധാന കവാടം കടന്ന് ഇവിടെയൊക്കെയാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതായത് ലഗേജ് കാര്യങ്ങളെല്ലാം ചെക്ക് ഇൻ ചെയ്ത് കാണുന്നതാണ്. കണ്ടോ, ഭഗവാന്റെ പൊട്ടാണ് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടാക്സി വിളിച്ചിട്ട് ഇപ്പോൾ ടാക്സിയിൽ ഫുൾ എല്ലാം നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ വീണ്ടും ടാക്സിയിൽ കയറുകയാണ്. ഇപ്പോൾ ഇതാ മല നടന്ന് കയറുന്നവർ അപ്പുറത്ത് വേറെ വഴിയുണ്ട്, ആ വഴി അവർ കയറും. ഇത് നമ്മൾ റോഡ് വഴി കയറുന്ന സൈഡിൽ കൂടെ മഴ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിൽ കൂടെ കാണാം, ആ ഏഴുമല കാണാൻ പറ്റും. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. കൊളയോ അപ്പോൾ ഞങ്ങൾ മലയുടെ മുകളിലെത്തിക്കാം. അപ്പോ 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 ഹായ് പറ. അപ്പോ ഹായ് പറ. അപ്പു ഹലോ. അപ്പു
ആ ആ അപ്പം നമ്മൾ കാർ വഴിയാണ് മോളിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ നമുക്ക് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ബാക്കി ഇപ്പൊ നമ്മൾ റൂം എടുത്തു. ഇനിയിപ്പോ റൂമിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാരും ഉണ്ട്. അപ്പോൾ പാഞ്ചജന്യത്തിൽ 213 നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം. അപ്പോൾ നമ്മൾ പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ് അവരുടെ ദേവസ്ഥാനം ഗസ്റ്റ് ഹൗസാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നാളെ 7 മണി 7-7:30 ആ ടൈമിലാണ് നമുക്ക് ദർശനം കിട്ടിയിരിക്കുന്നത്. ഫുൾ നല്ല ക്ലീനാണ് കേട്ടോ. നല്ല നീറ്റായിട്ടാണ് അവരിവിടെ ആക്കിയിരിക്കുന്നത്. ടോയ്ലറ്റ് എല്ലാം തന്നെ നല്ല ക്ലീനാണ്. ഇനിയിപ്പോൾ റൂമിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊന്നൊരു പിടുത്തം കിട്ടണില്ല. അമ്പലത്തിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് ഭഗവാനെ കാണാൻ ഇങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തില്ല. ഫുൾ മല, ഭയങ്കര പച്ചപ്പ്, ഫുൾ ഗ്രീനറി കേട്ടോ. സെറ്റപ്പ്. പിന്നെ എങ്ങോട്ട് നോക്കിയാലും ബാത്റൂം, ടോയ്ലറ്റ് എന്നുള്ളത് ഇവിടെ. അതിന് മാത്രം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇവിടെ. അതുപോലെ മല കയറി കഴിഞ്ഞാൽ പിന്നെ നിറച്ചും ടീ സ്റ്റാളുകൾ, അതുപോലെ ഫുഡിൻ്റെ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും. ക്ഷമിച്ചിങ്ങനെ നടക്കുക. അപ്പുറത്തുള്ള ഹോട്ടലിൽ ഇങ്ങനെ മണാക്ക് അടിക്കുമ്പോഴേ കൺട്രോൾ പോണ്ട്. അതെ, ഞങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആര് തുടങ്ങി അതിൻ്റെ ഇടയിൽ ഓരോ അവിടെ നിന്നൊക്കെയുള്ള മണം കേൾക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ഡിസ്പ്ലേ ബോർഡാണ്, സ്ക്രീൻ ബോർഡ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളപ്പോൾ തിരുപ്പതി വന്നിട്ടുണ്ട്. ഞങ്ങൾ തിരുപ്പതി എത്തിട്ടാ. തിരുപ്പതി എത്തി ഇതപ്പോൾ വല്ല കഴിക്കേണ്ട ബേസിൻ്റെ ഇന്നലെ രാത്രി കഴിച്ചതാണ്. അപ്പോൾ നാളെയാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയില്ല, എല്ലാവരും ഉണ്ട്. ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. വിശന്നിട്ട് വയ്യ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. വേണ്ട പെട്ടേ 10 രൂപ. നെറ്റിയിലൊന്ന് തന്നിട്ട് 10 രൂപ വേണം. വേറെ 10 രൂപ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവർ വന്നിട്ട് സൂപ്പറായിട്ട് നെറ്റിയിലിട്ടിട്ട് 10 രൂപ തരാം. ഞാൻ ചോദിക്കണമെന്നില്ലേ? ഞാൻ ഫ്രീ ആച്ചിട്ടാണേ. അമ്പലത്തിന്റെ പ്രസാദം ഫ്രീ ആച്ചിട്ടാ ഞാൻ ഇരിക്കണത്. ഓസി കിട്ടിയ ചുണ്ണാമ്പ് അടിക്കുക, അതാണ് ഫ്രീ എന്ന് പറഞ്ഞാൽ വേഗം തലയിച്ചോണ്ടിരിക്കുന്നത്.
തണവാണ്, തണവ്. മഞ്ഞ് ഇതുവരെ പോയിട്ടില്ല. സമയം എന്തായിണ്ടാവും? ആ, നല്ല മഞ്ഞുണ്ട് കേട്ടോ. കാണാൻ വിശന്നിട്ട് വയ്യ. വയറൊക്കെ കത്തി കരിയാന്ന് പറയും. ദർശനമൊക്കെ പെട്ടെന്ന് കിട്ടാണെങ്കിൽ വേഗം ഇരിക്കായിരുന്നു. തണവ് സഹിക്കാൻ പറ്റണില്ല. എൻ്റെ ATM കാർഡ് അത് മറന്നുപോയി. ഏട്ടൻ്റെ ATM കാർഡ്. ഇവിടെ റൂം എടുത്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ഫുഡ് കിട്ടുള്ളത്. എല്ലാവരും ആണെങ്കിൽ ചീത്ത വിളിക്കുന്ന പോലെ വിളിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് എല്ലാവരും വിളിക്കുക. മറ്റൊരു വിളിച്ച് ഞാൻ പൊയ്ക്കോ പറയും. അങ്ങനെ ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷനോ വേഗം കയറണം എന്നുള്ള. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ പൂരിയാണ്. ഞാൻ ഇതാണ് ഓർഡർ ചെയ്തത്. അയ്യോ, ഫുള്ള് മഞ്ഞാണ് കേട്ടോ. അപ്പൂരൊരു കുഴപ്പമില്ല, മഞ്ഞും കുഴപ്പമില്ല, ഒന്നും. അപ്പം നമ്മൾ പാഞ്ചജന്യത്തിലേക്ക് പോണ വഴിയാണിത് കേട്ടോ. മൂടൽ മഞ്ഞാണ്, ഇങ്ങനെ ആകെ മൂടി നിൽക്കണം, ഒന്നും കാണുന്നില്ല. ആ പകുതി വിരൽ കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കാണാം. അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ആ ബിൽഡിങ് നിൽക്കണത്, പക്ഷെ അത് കാണുന്ന തന്നെ ഇല്ല. ഇറങ്ങി വന്നിട്ട് തലക്ക് വേദനിച്ചു തുടങ്ങി. ഏട്ടതാ അവിടെ അപ്പോ ഈ സ്കൂൾ അവനൊരു പ്രശ്നമില്ല. പ്രശ്നം നമുക്കാണ്. എന്താ മഞ്ഞിൻ്റെ ഒരു ദിവസം അത്. അപ്പോൾ ഗായ്സ്, തിരുപ്പതിയിലെ അടുത്ത വിശേഷങ്ങളായിട്ട് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.